അഭിനയിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ആ കണക്കിൽ പെടില്ല. അതിൽ റെമ്യൂണറേഷൻ പെടില്ല, ഒന്നും പെടില്ല. സിനിമയിൽ അഭിനയിക്കുക. കാരണം ഇപ്പം എനിക്ക് ഇയർ എക്സാക്റ്റ് ആണെന്ന് പറഞ്ഞില്ല, 86 or 85 IV ശശി സാറ് ചെയ്തത്, ആ വർഷം പുള്ളി ചെയ്തത് 14 സിനിമയാണ്. അതിൽ 12 സിനിമയിൽ എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ ആ വർഷം അഭിനയിച്ചത് 56 സിനിമയാണ്. ഒരു സെറ്റിലേക്ക് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആലോചിച്ചാൽ മതി എന്താണ് പരിപാടി എന്നുള്ളത്. അഭിനയിക്കുക, അതിൽ കുറഞ്ഞതൊന്നുമില്ലായിരുന്നു. കാരണം അച്ഛൻ്റെ അവസാന കാലഘട്ടം വരെ ലൈക്ക് സുന്ദരക്കിലാടിക്ക് പോയി കഴിഞ്ഞ് അവിടുന്ന് അച്ഛൻ ഫാസിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത പടം, അവിടുന്ന് നേരെ അച്ഛൻ പോകുന്നത് സമ്മർ ഇൻ ബത്ലഹേം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ മണിച്ചേട്ടൻ ചെയ്ത റോള് ആദ്യം അച്ഛനായിരുന്നു. അങ്ങനെ അച്ഛൻ അതവിടെ ചെല്ലുന്നു. ഫസ്റ്റ് സോങ് ആയിരുന്നു അന്ന് എടുത്തത്. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓടി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കിതപ്പ് ഫീൽ ചെയ്ത് അച്ഛൻ പറഞ്ഞു ഞാൻ റൂമിൽ പോകണമെങ്കിൽ തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് അച്ഛന് ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഊട്ടിയിൽ നിന്ന് അച്ഛൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നം കൊണ്ട് തിരിച്ചു പോകുന്നു. വീട്ടിലെത്തി കുറച്ച് വേണ്ടാത്ത കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്ത് പോകാൻ വിളിച്ചാൽ പറ്റില്ല, അത് കുറച്ച് വേഴ്സ് ആവണം എന്നാലേ വരുള്ളൂ. കാരണം അച്ഛൻ തന്നെ തീരെ വയ്യ എന്നുള്ള ഒരു പോയിന്റ് എത്തുമ്പോഴേ വരുള്ളൂ. അങ്ങനത്തെ കുറേ കടുംപിടുത്തങ്ങളും വാശികളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. പക്ഷേ അപ്പോഴത്തേക്ക് അത് കുറച്ച് സിവിയർ ആയിരുന്നു, ലൈക്ക് ന്യൂമോണിയ. അപ്പം പിന്നെ അച്ഛന് ഓൾറെഡി ലൈക്ക് അച്ഛന് 80s ഒരു അറ്റാക്കും വന്നതാണ്. 81 ആ സമയത്ത് ഒരു മാസീവ് അറ്റാക്കായിരുന്നു. അപ്പം അതിൻ്റെ ശേഷം വേറെ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു, പക്ഷെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി റിക്കവർ ചെയ്യാൻ കുറച്ച്, കാരണം ഒന്ന് ഈ ന്യൂമോണിയ കൂടിയും പിന്നെ ആ റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം അതിൽ ആരോഗ്യം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു, ഹെൽത്ത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. ലൈക്ക് ആ ഒരു സ്റ്റേജ് തരണം ചെയ്ത് വരും എന്ന് ഡോക്ടേഴ്സ് പോലും വിചാരിച്ചിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് ഉറപ്പിച്ച പോയിന്റ് നിന്നാണ് ലൈക്ക് പുള്ളിയെ തിരിച്ച് കിട്ടിയത്. അപ്പം തിരിച്ച് കിട്ടി. അപ്പം പറഞ്ഞ് ഒരു കാരണവശാലും വീട് വിട്ട് പുറത്ത് പോകരുത്, പബ്ലിക്കിലെത്തരുത്. കാരണം വെച്ചാൽ ലങ് ഭയങ്കര വീക്കാണ്. അപ്പം ഭയങ്കരമായിട്ട് ഇതാകും. അപ്പം പൊടി അങ്ങനെ ഒന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഫോണിൻ്റെ വോളിയം പോലും കുറച്ച് വെച്ചിട്ട്, അച്ഛൻ്റെ റൂമിലുള്ള ഫോണ് ഡമ്മി ആയിരുന്നു, വെറുതെ കുത്തിയിട്ടായിരുന്നു, അത് ബെല്ലടിക്കില്ലായിരുന്നു. കാരണം അച്ഛൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പടം കയറി കമ്മിറ്റ് ചെയ്യും. പിന്നെ കാരണം അച്ഛനെ വിടാനും പറ്റില്ല. അപ്പം പുറത്തുള്ളതും എന്നിട്ട് കോർഡ്ലെസ് അടുക്കളയിൽ വെക്കും. അത് മാത്രമേ അവിടുന്ന് ബെല്ലടിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുള്ളൂ. മറ്റേത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഫോണൊക്കെ വോളിയം കുറച്ച് വെച്ചിട്ട് തന്നെ വെക്കാറ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രസാദിലാണെന്ന് തോന്നുമ്പോൾ ചെന്നൈയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം മേലെ പോകണം. അപ്പോൾ ലിഫ്റ്റില്ല. അപ്പം അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കി പറഞ്ഞു, ലിഫ്റ്റ് ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. കാരണം ഇത് നടന്ന് കയറാൻ അച്ഛന് കുറച്ച് കിതപ്പ് വരും. അപ്പം സത്യൻ സാറ് പറയും ഇല്ല എന്ന് പറഞ്ഞു. സത്യൻ സാർ അച്ഛനെ ഇങ്ങനെ എടുത്തിട്ട് പുള്ളി അങ്ങ് കയറി. അപ്പം സത്യൻ സാറ് പറയാം അന്ന് പപ്പുചേട്ടൻ തീരെ കനവുമില്ലായിരുന്നു, കാരണം ഭയങ്കര മെലിഞ്ഞിട്ട്. അവന് ഞാനൊരു കൊച്ചിനെ എടുത്ത് പോകുന്നവർ എടുത്ത് മേലെ കൊണ്ടുപോയി. അവൻ അഹങ്കാരി എന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഹൃദയപൂർവ്വത്തിൻ്റെ സെറ്റ് പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് സത്യൻ സാറ് പറഞ്ഞതാണ്